ഇന്ന് നമ്മളെ ഒരു തമിഴ്നാട് ബിരിയാണി സ്റ്റൈലാട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന. അതോടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഓയില്, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബിരിയാണി സാധാരണ അടുപ്പ് കത്തിച്ചിട്ട് വിറകിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേപ്പാളിക്കുട്ടി കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തിപ്പം എന്താ പറയുക, പട്ട, ഗ്രാമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇട്ട്, പിന്നെ ഉള്ളിയിട്ട്, പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് മസ്റ്റാണ് ഈ ചെറിയുള്ളി. പിന്നെ അതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പുതിന, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് എന്താ പറയുക, ഗരം മസാല. മഞ്ഞൾ ചേർക്കില്ല കേട്ടോ. മഞ്ഞൾ ചേർത്തിട്ടെങ്കിൽ ചോറിന് ഭയങ്കര മഞ്ഞ കളറായിരിക്കും. പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അതിനുശേഷം ചിക്കനും ഇട്ട്, അതിനകത്ത് നമ്മൾ തൈരിട്ടതിന് ശേഷം നന്നായിട്ട്, വെള്ളമൊന്നും ചേർക്കരുത്, ഉപ്പും ചേർത്ത് നന്നായിട്ട് മൂടി വയ്ക്കണം. അതിനിടയ്ക്ക് എന്താക്കിയ കുറച്ച് ജ്യൂസൊക്കെ നേപ്പാളിക്കുട്ടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അതും കുടിച്ചു. പിന്നെ ചിക്കനൊക്കെ വെന്തോന്നൊക്കെ നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിറകടുപ്പിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഈ ബിരിയാണി വെക്കുന്ന സമയത്ത് മാത്രം കേട്ടോ ഈ ഭാഗത്തേക്ക് വരാറുള്ളൂ. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ നല്ല ജീരകശാല അരി കേട്ടോ ഞാനെപ്പോഴും ഇടാറ്. ബസ്മതി അരി എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതിട്ട് നന്നായിട്ട് ഇളക്കി, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് തിളച്ചൊരു പകുതി വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ദമ്മിടുക ചെയ്യുക കേട്ടോ. ഈ കനലൊക്കെ എടുത്ത് മേലെ, അധികം എല്ലാം മേലെ തന്നെ ഇടും കേട്ടോ കനൽ. പിന്നെ അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴയും ചൂടുള്ള ബിരിയാണിയും നല്ലൊരു സൂപ്പർ സമയമായിരുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിലൊരു പാർസലും വന്നു. പിന്നെ ഏകദേശം നമ്മുടെ ചോറൊക്കെ ആയി കേട്ടോ. ചോറൊക്കെ ആയി. അതൊക്കെ എന്താ പറയുക, ഇളക്കി ഉടയാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്തേ. നല്ല അടിപൊളി, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് നമ്മുടെ നേപ്പാളിക്കുട്ടിക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഹൽവ കിട്ടിയിരുന്നു. ഈ കുമ്പളങ്ങയിൽ ഉണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. പിന്നെ അത് കുറച്ച് നാട്ടിൽ നിന്ന് കിട്ടിയിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. അതും കൂടി കൊടുത്ത് നമുക്ക് കുറച്ച് അച്ചാറൊക്കെ ചേർത്ത്, സാലഡൊക്കെ ചേർത്ത് നമ്മുടെ ബിരിയാണി നമ്മൾ നേപ്പാളിക്കുട്ടി എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കോ. അന്തം വിട്ടും കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. ഇനി കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നും കൂടി നോക്കി പറയട്ടെ. അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്, എന്താണ് അത് പറയുന്നതെന്ന്. ആദ്യം ദൈവത്തിന് കൊടുക്കും കേട്ടോ. എന്ത് കഴിക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് മാറ്റി വെച്ചിട്ട് പറയും ഞാനത് ദൈവത്തിന് കൊടുക്കുകയെന്ന്. എന്നിട്ടേ കഴിക്കത്തുള്ളൂ. എന്തൊരു സാധനമാണെങ്കിലും നന്നായിട്ടുണ്ടെന്നുള്ള റിസൾട്ടൊക്കെ കിട്ടി.